തപസ്സാണ്. തപസ് തന്നെ. ഉറക്കമോ വരുന്നില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടെന്ന് കരുതി തപസ് ചെയ്യാമെന്ന് വെച്ചു. അമ്മ ഉറങ്ങിയോ? നേരത്തെ ഉറങ്ങി. നല്ല നിലാവ്. പണ്ടവിടെ കാടായിരുന്നു. അതിനടുത്തൊരു ആമ്പൽക്കുളം. ആമ്പൽക്കുളം പോയി. മരങ്ങൾ വെട്ടി നീക്കി. വോട്ട് കമ്പനി വന്നപ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി പോയി. എന്നാലും കുറെ ആൾക്ക് പണി കിട്ടിയില്ലേ? നീ ഒരു യൂട്ടിലിറ്റേറിയൻ. എന്താ? ഞാനെന്താ? എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇവിടെയെന്ന് ഞാൻ ആലോചിച്ചത് എന്താണെന്ന് അറിയാമോ മാധവിക്ക്? വോട്ട് കമ്പനി പൊളിക്കണമെന്നോ? അല്ല, നഗരത്തിൽ നിന്നെല്ലാം അകന്ന് ഒരു ചെറിയ വീട് വേണമെന്ന്. ജാലകത്തിലൂടെ നോക്കിയാൽ പുഴയും മണൽത്തിട്ടും കാണണം. വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മുളങ്കൂട്ടങ്ങൾ വേണം. ഇത്ര വലിയ വീടുള്ളപ്പോൾ ആരെങ്കിലും അങ്ങനെ ആലോചിക്കോ? ചിലർ. അതാണ് എനിക്കിഷ്ടം. മാധവിക്ക് ഈ വലിയ വീടിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം എന്തിനാ? അറിയണം. എന്തിനെ പറ്റിയും അഭിപ്രായം ഉണ്ടാവില്ലേ? പറയൂ. എനിക്ക് വീട് അകലെ നിന്ന് കാണുമ്പോൾ പേടിയാണ്. എന്തു പറ്റി? ബ്യൂട്ടി, റിയൽ ബ്യൂട്ടി. ഇതാണ് സായിപ്പ് ഗ്രേസ് എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻസ് ഫിനിഷ്. അത് നമ്മുടെ ശങ്കരമാഷ മകളാ. ശങ്കരമാഷ അറിയില്ലേ? കറക്റ്റ് മെഷർമെന്റ്. ശങ്കരം മാസ്റ്റർ, രാമൻ മാസ്റ്റർ, ആരുമാകട്ടെ, കലാസൃഷ്ടി സുന്ദരമായിരിക്കുന്നു, ഇല്ലേ ബാല? മുതലാളി സംസാരിക്കാൻ പോകുന്നു. ഞാൻ മലയാളിയായിരുന്നപ്പോൾ 1900 എല്ലാരും ഞെട്ടാൻ തയ്യാറായിരിക്കണം. ഞാൻ ഒരു വാർത്ത പ്രഖ്യാപിക്കാൻ പോകുന്നു. പ്രധാനപ്പെട്ട വാർത്ത, ഇമ്പോർട്ടന്റ് ന്യൂസ്. കുമാരാ, ആ ദാസിനെ വിളിക്കൂ. ഞാൻ പറയാം. മുതലാളി പറയാൻ പോണത് എന്താണെന്ന് ഞാൻ പറയാം. കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് എന്റെ വകയായി ഒരു കുപ്പി സ്കോച്ച്. പറയാം. നാളെ ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാണ്, അല്ലേ? കുറുപ്പിന് എപ്പോഴും തീറ്റിയും കുടിയും കാര്യമേ ഉള്ളൂ. യെസ്, കം ഓൺ. പുതിയ റേഡിയോഗ്രാം ആർക്കോ സമ്മാനിക്കാൻ പോകുന്നു. ആർക്കാ ഇത്ര കമ്പം? ഓ, തനിക്കതിന്റെ ഡിസൈൻ പിടിച്ചു ഇല്ലേ? യു ടേക്ക് ഇറ്റ് മാൻ. താങ്ക് യു. താങ്ക് യു. എബ്രഹാം. സോറി സർ. ആ റേഡിയോഗ്രാമിന് എന്ത് കൊടുത്തു? 6000 രൂപ. ടാക്സ് വേറെ, സെയിൽ ടാക്സ് വേറെ. ശരി, നമുക്ക് വേറെ ഇമ്പോർട്ട് ചെയ്യാം. ഇത് പോണ്ട വീട്ടിലേക്ക് അയച്ചേക്ക്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. കല്യാണ സമ്മാനം. ഓ, ഹിയർ ഹി കംസ്. Enter, my lord. He is my brother, Haridas. ഹലോ ലിറ്റിൽ ബോസ്. കൊച്ചു മുതലാളി. ഞാൻ കുടിക്കാറില്ല. ഞങ്ങളും കുടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും കമ്പനിക്ക് വേണ്ടി ചുണ്ട് നനയ്ക്കുമെന്ന് മാത്രം. തട്ടണം. സാധനം സ്കോച്ചാണ്. ഫൈൻ. ആവുന്നത് കുടിച്ചാൽ മതി, ബാക്കി ഞാനേറ്റു. എനിക്ക് വേണ്ട. You have no manners. പോട്ടെ. ഞാൻ എന്തിനാ നിന്നെ വിളിച്ചത്? യെസ് യെസ്, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. നീയും കേൾക്കണം. ശ്രദ്ധിക്കുക. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ഞങ്ങളെ കളിയാക്കാൻ മുതലാളി. നോ നോ,
ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. ഐ എം ഗോയിങ് ടു മാരി. ഓ, മുതലാളി ഒരു തടവുകാരനാകാൻ പോകുന്നു. നമ്മുടെ എല്ലാം കഷ്ടകാലം. നോ നോ, യു ആർ റോങ്. വീട്ടിൽ ഊണുണ്ടെന്ന് കരുതി ഹോട്ടലിൽ പോയി ആരും ആഹാരം കഴിക്കാറില്ലേ? എവിടുന്ന ആരാ? എന്താ പേര്? പേര് ശാന്ത. കണ്ടാൽ എബോ ആവറേജ്. അച്ഛൻ മുതലാളിയുടെ മോളോ? ഒരു മുതലാളിയുടെയും മകളല്ല. കാശില്ല. ഭാര്യ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് കഴിയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഇല്ലേ ബാല? നോ നോ നോ. പ്രമദ ദൃഷ്ടിയിലുള്ള പ്രണയമായിരിക്കും. ഇതുപോലെ ഏറെ നടപ്പുണ്ട് ഈ ഫസ്റ്റിലും. എവിടുന്ന് പരിചയപ്പെട്ടു? പരിചയമോ? എന്തിന് പരിചയം? I am a collector of beautiful things. My first impression will be always correct. സൗന്ദര്യമുള്ള വസ്തുക്കൾ ശേഖരിക്കലാണ് എന്റെ തൊഴിൽ. എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ബ്രദർ. എന്തു പറയുന്നു? എന്റെ ബ്രദറിന്റെ അഭിപ്രായം പറയാൻ പോവുകയാണ്. ആ പെൺകുട്ടി ആരായിരുന്നാലും വിവാഹത്തിന് സമ്മതിച്ചുവെങ്കിൽ ഞാൻ അവളെ ബഹുമാനിക്കുന്നു, പൂജിക്കുന്നു. ബഹുമാനം? ഡോണ്ട് ബി സില്ലി. എന്തിന്? സ്വയം നശിക്കാൻ തയ്യാറായ ആ ധീരതയ്ക്ക്. I came, I saw, I conquered. വന്നു, കണ്ടു, കീഴടക്കി. മനസ്സിലായില്ലേ? റഫർ ഷേക്സ്പിയർ. ഫ്രണ്ട്സ്, 17-ാം തീയതി എന്റെ മാരേജ്. യു ക്യാൻ ഗോ. നോക്കട്ടെ, ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം. എന്തും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്നാണ് എന്റെ പക്ഷം. ഇത്ര അടുത്തോ? Come on, let us celebrate the day. നമ്മൾക്ക് ആഘോഷിക്കാം. Come on, let us celebrate. നമുക്ക് പന്തൽ പണിക്ക് മദ്രാസിൽ നിന്ന് ആളെ കൊണ്ടുവരാം. എന്തേ നമുക്ക് പാട്ട് വെച്ചേരി വേണം. ചെമ്പാങ്കുടി വേണോ അരിയക്കുടി വേണോ? നമ്മൾക്ക് ഷെഹനായി വേണം. ബിസ്മില്ലാഖാന്റെ ഷെഹനായി. ബിസ്മില്ലാഖാൻ ഷെഹനായല്ല, മുസൽമാൻ. Abraham, yes, sir. Whiskey one round. Yes. വരാൻ പോകുന്ന മഹതിയുടെ ആരോഗ്യത്തിന്. രവീന്ദ്ര, എന്താടാ ഈ കേക്കണേ? എന്ത് കേക്കണ്? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഏതാടാ പെണ്ണ്? ഓ, അത് മറന്നുപോയി. കല്യാണക്കാര്യം അല്ലേ? നീ മറക്കും. പെറ്റ തള്ളയുടെ അടുത്ത് പറയാൻ നീ മറക്കും. മറന്നില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. അതിന് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? നീ പറഞ്ഞില്ല. ഏതാ പെണ്ണെന്ന് എനിക്കറിയണം. ഏതോ ഒരു സ്കൂൾ മാസ്റ്ററോ മറ്റോ മകള്. രവീന്ദ്ര, വരുമ്പോ അമ്മ നോക്കിക്കൊള്ളു. അമ്മ സന്തോഷമായിട്ടിരിക്കണം. അമ്മയുടെ റൂമിൽ ഡ്യൂട്ടിക്ക് ഒരാളെ കൂടി തരുന്നു എന്ന് വെച്ചാൽ മതി. നീ പോവാണോ? ടൈമായി. കൃത്യസമയത്തൊരിടത്ത് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറയാനുള്ളത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? സമയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും കൃത്യം പാലിക്കണം. ഇനി എന്തൊക്കെയാ ഞാൻ കാണേണ്ടി വരിക? എടി, കഞ്ഞിങ്ങൾ. So, as I have explained, we have come to an understanding. Paul, please give the details. നാം വൻതോതിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യവസായ സ്ഥാപനത്തിലേക്കുള്ള മിഷനറി rupees 35 lakhs. 35 lakhs. Land and... What is this? Abraham! Yes, sir.
കാര്യം പറഞ്ഞ് ബുക്ക് ചെയ്താണ് സാർ. ആര് പറഞ്ഞു? മുതലാളി. ഞാനോ? യെസ് സാർ. വരട്ടെ സംഗീതം. ഫസ്റ്റ് എന്റർടൈൻമെന്റ് ദെൻ ബിസിനസ്. ഏതായാലും കല്യാണം തീരുമാനിച്ചല്ലേ, അടിയടാ തകർക്ക്. ഇനി 17-ാം തീയതി കല്യാണം കഴിഞ്ഞാലേ പാർട്ടിയും ചുക്കും ഒന്നും കാണുകയല്ല. Come on, my master. Maro.